എല്ലാവർക്കും സൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. നമ്മൾ സദ്യയിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് തൊടുകറികളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അതിൽ നമ്മളുടെ കണ്ണ് ആദ്യം പോവുക ഒരു പിങ്കിഷ് കറിയിലേക്കാണ്. അതാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി. ആ ബീട്രൂട്ട് പച്ചടി നമുക്ക് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അടിപൊളിയായി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട്, നല്ല കളറുള്ള ബീട്രൂട്ട് വേണം. ചില ബീട്രൂട്ടിന് ഇങ്ങനെ ഉള്ളിലൊരു ചെറിയ വൈറ്റിഷ് കളർ പോലെ വരും. അങ്ങനത്തെ എടുക്കരുത് കേട്ടോ. ഇങ്ങനത്തെ തന്നെ നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു ഹാഫ് സവോള ചെറുതായി നുറുക്കിയത്, ഒരു പച്ചമുളക്, ഇത് മൂന്നും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വെക്കാം കേട്ടോ. കുക്കറിലാണെങ്കിൽ ഒരു 3-4 വിസിലടിച്ചാൽ മതി. അപ്പോൾ അത് വെന്ത് കിട്ടും കറക്റ്റായിട്ട്. ഞാനിപ്പോൾ ഇവിടെ നോർമൽ പാത്രത്തിലാണ് വെക്കുന്നത്. നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റും കൂടി ഇങ്ങനെ വേവിക്കാം ഒന്നും കൂടി. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഈ ബീട്രൂട്ടിനെ. ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സവോളയും ഞാനിട്ട ഒരു പച്ചമുളകും ഇടാതെ തന്നെ വേവിച്ചെടുക്കാം. പക്ഷേ സവോള ഇടുമ്പോൾ ഈ പച്ചടിക്ക് ഒരു ടേസ്റ്റ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സവോള വേണ്ട എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ബീട്രൂട്ട് മാത്രം ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പം ഇതിൽ സവോള ചേർത്തുന്നേ ഉള്ളൂ. ഇതാ നമ്മളെ ഉപ്പിട്ടതിന് ശേഷം ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വേണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാനായിട്ട് എടുക്കാം. നമുക്ക് ഇനി പച്ചടിക്ക് വേണ്ട അരപ്പിന് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. 3 ചെറിയ ഉള്ളി, 2-3 വേപ്പില, 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കേട്ടോ, നമ്മൾ അവിയലിലൊക്കെ ചേർക്കുന്ന ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ 1 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇത്രയും സാധനങ്ങൾ കൂടി നമുക്ക് ഒരുമിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അടിക്കാം. ഞാൻ ഈ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് അരയ്ക്കാനായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അരഞ്ഞ് കിട്ടില്ല അത് കറക്റ്റ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിനിയിപ്പോൾ അരയ്ക്കാൻ പോവാണ്. ബീട്രൂട്ട് ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായി. ഇനി ഞാനിതൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരത്തിൻ്റെ തവി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതിലിട്ടിട്ട്. അതും അല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്നത് അതുപോലെ ചെയ്ത് നോക്കും. ഞാനിപ്പോൾ എന്തായാലും ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാൻ പോവാണ്. മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇനി ആ വേവിച്ച പാത്രത്തിലേക്ക് തന്നെ മാറ്റുകയാണ്. ഞാൻ നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ബീട്രൂട്ട് ഉണ്ടല്ലോ അത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. കാരണം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ഇതെല്ലാം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ. ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് തൈര് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തൈര് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആയിട്ടുണ്ട്. അപ്പോൾ ഇനി തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്, കാരണം പെട്ടെന്ന് അത് പിരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഇടുന്നു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ കടുക് ഇടുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.